ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് വിത്ത് ദീപക് കൃഷ്ണ. നമ്മൾ പെർസെൻറ്റേജസിൻ്റെ 7 പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് നമ്പർ 8, ദാറ്റ് ഈസ് എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ 7 പാർട്ടും കണ്ടതിന് ശേഷം മാത്രം 8th പാർട്ട് കാണുക. പിന്നെ എല്ലാ വീഡിയോസും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് മാക്സിമം എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എലക്ഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എലക്ഷൻ ബേസ്ഡിൽ ഓൾമോസ്റ്റ് നമുക്കറിയാം, ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ വോട്ടേഴ്സ് വരും അല്ലേ. വോട്ടേഴ്സ് വന്ന് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. ഒരാൾ വിജയിക്കും, ഒരാൾ തോക്കും. ഒരാളല്ല, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അത്ര ആൾക്കാർ തോക്കും, ഒരു വിന്നർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ടത്, ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വോട്ടിംഗ് ലിസ്റ്റ്, ചില ടേംസ് ഒന്ന് ഫെമിലിയർ ആവാം. വോട്ടിംഗ് ലിസ്റ്റ്, ഈ വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ആൾക്കാരുണ്ടോ ആ ഫുൾ, ഇപ്പോൾ ഒരു ഏരിയയിൽ എത്ര പേരുണ്ടോ, അതായത് എലിജിബിൾ ആയിട്ടുള്ള എത്ര പേരുണ്ടോ അവരുടെ പേര് മൊത്തം വോട്ടിംഗ് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഓക്കെ, എല്ലാ വോട്ടേഴ്സിൻ്റെ പേരും ആ ലിസ്റ്റിലുണ്ടാവും. ഇനിയിപ്പം ആ വോട്ടിംഗ് ലിസ്റ്റ് വന്നു. വോട്ടിംഗ് ലിസ്റ്റ് വന്നതിന് ശേഷം എലക്ഷൻ്റെ ഡേറ്റ് വന്നു. എലക്ഷൻ്റെ ഡേറ്റ് വരുമ്പോഴത്തേക്കും കുറേ പേര് എലക്ഷന് വോട്ട് ചെയ്യാൻ പോവും, കുറച്ച് പേര് എലക്ഷന് വോട്ട് ചെയ്യാണ്ടിരിക്കും അല്ലേ. വീട്ടിൽ വെറുതെ സുഖമായിട്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും. ഓക്കെ, ആ ദിവസം ഹോളിഡേ എന്ന് കരുതി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. അപ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വോട്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, വോട്ടേഴ്സ്, ഇത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നില്ല, അവർ ദേ ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ്. ഓക്കെ, ഡിഡ്ന്റ് കാസ്റ്റ് ദെയർ വോട്ട്സ്, അവർ വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി വോട്ട് ചെയ്ത ആൾക്കാരിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലവരുടെ വോട്ട് അതിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇൻവാലിഡ് വോട്ട്സ് എന്ന് പറയും. ഓക്കെ, ഇൻവാലിഡ് വോട്ട്സ്. ഇനി ആ പരിഗണിക്കുന്ന വോട്ടിനെ നമ്മൾ വാലിഡ് വോട്ട്സ് എന്ന് പറയും. എന്താണ് വാലിഡ് വോട്ട്സ്? ഓക്കെ, ഇത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിനകത്ത് ഫുൾ ആൾക്കാരുടെ പേര് ഉണ്ടാവും. വോട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, ആ വോട്ട് ചെയ്തതിൽ കുറച്ച് പേരുടെ വാലിഡ് വോട്ട്സ് ആയിരിക്കും, കുറച്ച് പേരുടെ ഇൻവാലിഡ് വോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ ഇൻവാലിഡ് വോട്ട്സ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും വരും, വാലിഡ് വോട്ട്സ്, ഇൻവാലിഡ് വോട്ട്സ്. ഈ ടേംസ് ഫെമിലിയർ ആവുക. ബാക്കിയുള്ളവർ ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ്, അവർ വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എലക്ഷൻ ദർ ആർ 3 candidates. 3 പേരാണ് മത്സരിക്കുന്നത്. The first candidate got 40% votes and the second got 36%. If total number of votes polled were 36,000, അതായത് ആ വോട്ടിംഗ് ലിസ്റ്റിൽ എത്രയാണ്, 36,000 ആണ് നമ്പർ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് ഗോട്ട് ബൈ ദ തേർഡ് കാൻഡിഡേറ്റ്. അപ്പോൾ ഇവിടെ 3 ആൾക്കാരുണ്ട്. ഓക്കെ, 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാൻഡിഡേറ്റ്, സെക്കൻഡ് കാൻഡിഡേറ്റ്, തേർഡ് കാൻഡിഡേറ്റ്. ഓക്കെ, ഫസ്റ്റ് കാൻഡിഡേറ്റിന് എത്ര പെർസെൻറ്റേജ് വോട്ട്സ് ഉണ്ട്? ഫസ്റ്റ് കാൻഡിഡേറ്റിന് 40% വോട്ട്സ് കിട്ടി. ഓക്കെ, 40. സെക്കൻഡ് ഗോട്ട് 36%. ഓക്കെ, 36%. ഇനി തേർഡ് ആളുടെ എത്രയായിരിക്കും? ഇവിടെ വോട്ടിംഗ് ലിസ്റ്റിൽ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 100% ആണ്. അപ്പോൾ ഇതിൽ ഇൻവാലിഡ് വോട്ട്സിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എല്ലാം വാലിഡ് വോട്ട്സ് തന്നെയാണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 ആണ്. അപ്പോൾ ഇവിടെ 40 വന്നു, ഇവിടെ 36 വന്നു. അപ്പോൾ എത്രയാണ്? 40 + 36 76. അപ്പോൾ ബാക്കി റിമൈനിങ് എത്ര വരും? 100 - 76 എത്രയാണ്? 24% വോട്ട്സ് ആയിരിക്കും. ഓക്കെ, 24% വോട്ട്സ് ആയിരിക്കും തേർഡ് കണ്ടസ്റ്റൻറ്റിന്, കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പോൾ ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ 100% എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം 100% കറസ്പോണ്ട്സ് ടു എത്രയാണ്? 36,000. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1% കറസ്പോണ്ട്സ് ടു 2 zeros ക്യാൻസലായി 360. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് ഗോട്ട് ബൈ ദ തേർഡ് കാൻഡിഡേറ്റ്. അതായത് ഈ 24% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 24% എത്രയായിരിക്കും? 24% കറസ്പോണ്ട്സ് ടു 360 × 24. ഓക്കെ, അപ്പോൾ 360 × 24, 36 × 24 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 864 എന്ന് കിട്ടും. സോ 864 8640. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
In an election between three candidates, Arjun, Amal and Kiran contested for a post. Arjun got 50% votes more than Kiran and Kiran got 2% votes less than Amal. The difference between the votes of Amal and Kiran is 1296. What is the half of the difference between the votes of Arjun and Amal? Okay. അപ്പോൾ 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാർ നമുക്ക് എഴുതാം. അർജുൻ, അമൽ, കിരൺ. ഓക്കെ, 3 ആൾക്കാരുണ്ട്. അർജുൻ, അമൽ, കിരൺ. ഓക്കെ, അമൽ, കിരൺ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നോക്കുക. അർജുൻ ഗോട്ട് 50% വോട്ട്സ് മോർ ദാൻ കിരൺ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അർജുൻ ഗോട്ട് 50% വോട്ട്സ് മോർ ദാൻ കിരൺ. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂയിലോട്ട് നോക്കുക. പെർസെൻറ്റേജ് എത്രയാണ്? 50%. 50%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/2. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് അർജുൻ ഗോട്ട് 50% മോർ ദാൻ കിരൺ ആണ്. അപ്പോൾ അർജുന് 2 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിരൺ എത്രയായിരിക്കും? ഇതിൻ്റെ 50% മോർ, ദാറ്റ് ഈസ് 2 + 1 3. അതായത് ഇവിടെ അർജുന് 2 ആണെങ്കിൽ, അർജുൻ ഗോട്ട് 50% മോർ ദാൻ കിരൺ. അപ്പോൾ കിരണിന് 2 ആണെങ്കിൽ, ഓക്കെ, കിരണിന് 2 ആണെങ്കിൽ, കിരണിന് 2 ആണെങ്കിൽ അർജുന് എത്രയായിരിക്കും വരുന്നത്? അർജുന് കിരണിൻ്റെ 50% മോർ, ദാറ്റ് ഈസ് 3. ഓക്കെ, അർജുന് എത്രയായിരിക്കും? 3. അപ്പോൾ ഇവിടെ 3 കൊടുക്കാം, ഇവിടെ എത്ര വരും? 2 കൊടുക്കാം. ഓക്കെ, ഇവരുടെ റേഷ്യോസ് ആണ് എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ 3:2 ആണ് അർജുൻ ടു കിരൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എടുക്കുക. കിരൺ ഗോട്ട് എത്രയാണ്? 2% വോട്ട്സ് ലെസ് ദാൻ അമൽ. ഇനി അടുത്ത് പറയുന്നത് ഏതാണ്? കിരണും അമലും തമ്മിലുള്ളതാണ്. അപ്പോൾ 2% ആണ്. സോ 2% എടുക്കുക. 2%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ, 2% ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/50. ഓക്കെ, അതായത് 2/100, ദാറ്റ് ഈസ് 1/50. 1/50. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും കിരൺ ഗോട്ട് 2% വോട്ട്സ് ലെസ് ദാൻ അമൽ. അപ്പോൾ അതിനർത്ഥം എന്താണ്? കിരണിൻ്റെ വോട്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും, അമലിൻ്റെത് കൂടുതലുമായിരിക്കും. സോ ഈ 50 എന്ന് പറയുന്നത് അമലിൻ്റെ വോട്ടാണെങ്കിൽ ഇത് അമലിൻ്റെ വോട്ട്. കിരണിൻ്റെ എന്തായിരിക്കും? അമലിനെക്കാട്ടും 2% കുറവാണ്. അപ്പോൾ കിരണിൻ്റെ എന്തായിരിക്കും? കിരണിൻ്റെ വോട്ട് എന്ന് പറയുന്നത് 2% കുറവെന്ന് പറഞ്ഞാൽ 50 - 1, ദാറ്റ് ഈസ് 49. ഓക്കെ, അപ്പോൾ ഇവരുടെ റേഷ്യോ എഴുതുമ്പോഴത്തേക്കും അമലിൻ്റെത് എത്ര വരും? 50. ഓക്കെ, 50. കിരണിൻ്റെത് എത്രയായിരിക്കും? 49. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോട്ട്സ് ഓഫ് അമൽ ആൻഡ് കിരൺ ഇസ് 1296. ഒരു ഡേറ്റയും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോട്ട്സ് ഓഫ് അർജുൻ ആൻഡ് അമൽ? അർജുൻ ആൻഡ് അമലിൻ്റെ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 റേഷ്യോസ് ഉണ്ട്. ഓക്കെ, 3:2 ഉണ്ട്, 50:49 ഉണ്ട്. റേഷ്യോസ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതാണ്? ഈ 2ഉം 49ഉം. അതായത് കിരണിൻ്റെ ആണ് 2 റേഷ്യോസിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവരെ നമ്മൾ എന്താക്കണം? സെയിം ആക്കണം. സെയിം ആക്കിയാൽ ഒറ്റ റേഷ്യോ ആയിട്ട് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ റേഷ്യോസ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഈ 49 ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ റേഷ്യോസിനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഈ റേഷ്യോനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഈ 2ഉം 2ഉം ക്യാൻസലായി റേഷ്യോ റിമെയിൻ സെയിം ആണ്, 50:49 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 49 × 2 ആക്കി. ഇവിടെ 2 ആണുള്ളത്. അവിടെ ഫസ്റ്റ് റേഷ്യോയിൽ ത്രൂ ഔട്ട് 49 വെച്ച് മൾട്ടിപ്ലൈ. സോ ഇവിടെ × 49, ഇവിടെയും × 49. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 ടേംസും എന്തായി? സെയിം ആയി. ഓക്കെ, ഇവിടെയും ഈ 49ഉം 49 ക്യാൻസൽ ചെയ്താൽ റേഷ്യോ 3:2 തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 × 49. 49 × 3 ചെയ്യുമ്പോൾ 147 = 50 × 2 എത്രയാണ്? 100 = ഇവിടെ എത്രയാണ്? 49 × 2. 49 × 2 എന്ന് പറഞ്ഞാൽ 98. ഇങ്ങനെയാണ് റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്നത്. സെയിം ആക്കിയിട്ട് ഒരുമിച്ച് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡേറ്റ വന്നിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ വോട്ട്സ് ഓഫ് അമൽ ആൻഡ് കിരൺ ഈസ് 1296. അമൽ ആൻഡ് കിരണിൻ്റെ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? 2 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ഇവരുടെ ഡിഫറൻസ് ഇസ് 2 യൂണിറ്റ്സ്. അപ്പോൾ 2 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് എത്ര? 1296. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ് ആയിരിക്കും, ദാറ്റ് ഈസ് 6 4
8. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോട്ട്സ് ഓഫ് അർജുൻ ആൻഡ് അമൽ. അതായത് ഇവരുടെ ഡിഫറൻസിൻ്റെ പകുതി. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? അർജുൻ ആൻഡ് അമലിൻ്റെ ഡിഫറൻസ് ഇതാണ്. ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 47 ആയിരിക്കും. 147 മൈനസ് 100 47. ഇതിൻ്റെ പകുതിയാണ് കാണേണ്ടത്. അതായത് 47/2. ഇത്രയും യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 47/2 ഇൻറ്റു ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 648. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 324. സോ 324 ഇൻറ്റു 47. അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസ് നോക്കുകയാണെങ്കിൽ 7 × 4 28. 8 ആയിരിക്കും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 324 ഇൻറ്റു 47. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15228 എന്ന് കിട്ടും. ഓക്കെ, 15228. സോ ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ടൈപ്പ് തന്നെയാണ്. 3 candidates P, Q and R participated in an election. P got 35% more votes than Q. R got 15% more votes than Q. P overtook R by 2412 votes. P overtook R by ഇത്ര വോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിയും ആറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇഫ് 90% വോട്ടേഴ്സ് വോട്ടഡ് and no invalid or illegal votes were cast, then what is the number of voters in the voting list? Okay, അപ്പോൾ നമുക്ക് 3 candidates ഉണ്ട്. P, Q, R. P, Q, R. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ 35% ആണ്. ഓക്കെ, സോ 35% ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുക്കുക. 35% എന്ന് പറഞ്ഞാൽ 35 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 7/20. 7/20 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആരാണ് കൂടുതൽ? P got 35% മോർ വോട്ട്സ് ദാൻ Q. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് 20 ആണെങ്കിൽ P എത്രയായിരിക്കും? അതിൻ്റെ 35% മോർ 27 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ Qന് 20 ആണെങ്കിൽ P എത്രയായിരിക്കും? 35% മോർ, ദാറ്റ് ഈസ് 27. ഇതായിരിക്കും ഇവരുടെ റേഷ്യോസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. R got 15% more votes than Q. അപ്പോൾ 15% എടുക്കുക. 15%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എത്ര വരും? 3/20. ഓക്കെ, 15 ഡിവൈഡ് ബൈ 100, 3/20. അപ്പോൾ എത്ര വരും? ഇവിടെ R got 15% more votes than Q. അപ്പോൾ R ആണ് വലുത്. അപ്പോൾ 20 എന്ന് പറയുന്നതാണ് Q. ഇതാണ് Q. അപ്പോൾ R എത്രയായിരിക്കും? Rൻ്റെത് ഇത്ര മോറാണ്. സോ 23. അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര വരും? Q 20 ആണ്, R എത്രയാണ്? 23. ഓക്കെ, ഇനി റേഷ്യോസ് കമ്പൈൻ ചെയ്യുക. റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ രണ്ടും കോമൺ ആയിട്ടുള്ളത് ക്യൂവിനാണ് രണ്ടിടത്തും ഉള്ളത്. പക്ഷേ അത് രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സെയിം ആക്കേണ്ട കാര്യമില്ല, അല്ലേ? ഓൾറെഡി സെയിം ആണ്. അപ്പോൾ റേഷ്യോസ് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എഴുതാം. ഇറ്റ് ഇസ് 27:20:23. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ നോക്കുക. എത്രയാണ്? P overtook R by 2412 വോട്ട്സ്. അതായത് പിയും ആറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒരാളെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ 27 23 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4. അപ്പോൾ 4 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് എത്രയാണ്? 2412. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? ഡിവൈഡ് ബൈ 4 ചെയ്യുക, ദാറ്റ് ഇസ് 603. സോ 603 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടിംഗ് ലിസ്റ്റ് ദാറ്റ് ഈസ് 100% എത്രയാണെന്നാണ് നോക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 90% ഓഫ് വോട്ടേഴ്സ് വോട്ടഡ്. അതിനകത്ത് ഇൻവാലിഡ് വോട്ട്സ് ഒന്നുമില്ല. അതായത് 90% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, 10% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. അതായത് 90%ൻ്റെയാണ് ഇത് ഇത്രയും പറയുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 27 + 20 + 23. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതായത് 27 + 20 + 23 എത്ര വരും? 70. ഓക്കെ, അതായത് ഈ 70 യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ 70 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 90% ആണ്. ഓക്കെ,
70 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 90%. നമുക്ക് വേണ്ട എത്രയാണ്? 100% ആണ്. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 70 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 90, ഇതായിരിക്കും 1%. നമുക്ക് കാണേണ്ടത് 100% ആണ്. സോ 100% വിൽ ബിക്കം 100%. എത്രയായിരിക്കും? 70 ഡിവൈഡഡ് ബൈ 90 യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ യൂണിറ്റ്, ഈ ഒരു യൂണിറ്റിൻ്റെ വില എത്രയാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു, 603 എന്നാണ്. അപ്പോൾ 603 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 603. അപ്പോൾ ഞാനിവിടെ ഇൻറ്റു 603 ചെയ്യുന്നു, ഇൻറ്റു 603. അപ്പോൾ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് പോയി 0 ക്യാൻസലായി. ഇനി 9ൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 603 ആകുമ്പോൾ 67 ടൈംസ്. ഓക്കെ, ഇനി 67 ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 67 ഇൻറ്റു 7 ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. 7 ഇൻറ്റു 7 49 ആയിരിക്കും. അപ്പോൾ 9 ഫോളോഡ് ബൈ 2 zeros, അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ അത് ഏതായിരിക്കും? ഓപ്ഷൻ എ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 46900 എന്ന് കിട്ടും. ഓക്കെ, 46900. ഓക്കെ, നെക്സ്റ്റ്, 8% of the voters in an election did not cast their votes. കണ്ടോ, did not cast their votes. അപ്പോൾ ടോട്ടലിൽ 100% വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 8% എന്താണ്? നോട്ട് വോട്ടഡ്. ഓക്കെ, നോട്ട് വോട്ടഡ്. അപ്പോൾ എത്ര പേരായിരിക്കും വോട്ട് ചെയ്യാൻ പോയിട്ടുള്ളത്? ബാക്കിയുള്ള ആൾക്കാരല്ലേ. 100ൽ 8 പോയി കഴിഞ്ഞാൽ ബാക്കി 92. സോ 92% ആൾക്കാർ എന്താണ്? വോട്ട് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇൻ ദിസ് സെലക്ഷൻ ദർ വെർ ഓൺലി 2 candidates. 2 കാൻഡിഡേറ്റ് മാത്രമേ ഉള്ളൂ. ദ വിന്നർ ബൈ ഒബ്റ്റെയിനിങ് 48% ഓഫ് ദി ടോട്ടൽ വോട്ട്സ്. ഓക്കെ, വിന്നറിന് എത്രയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? വിന്നറിന് ഇത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി. അത് ഏത് പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ടോട്ടൽ വോട്ടിൽ നിന്നാണോ അതോ വാലിഡ് വോട്ട്സിൽ നിന്നാണോ? ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അത് മാറ്റമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വിന്നറിന് എന്താണ്? 48% ഓഫ് ടോട്ടൽ വോട്ട്സ് കിട്ടി. ഡിഫീറ്റഡ് ഹിസ് കണ്ടസ്റ്റൻറ്റ് ബൈ 1100 വോട്ട്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ എലക്ഷൻ. അപ്പോൾ ഈ 92% ആൾക്കാർ വോട്ട് ചെയ്തു. ആ 92% ആൾക്കാർ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 കണ്ടസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ വിന്നറായിരിക്കും, ഒരാൾ ലൂസറായിരിക്കും, അല്ലേ? ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ഓക്കെ, അപ്പോൾ ആ ജയിച്ച ആൾക്ക് എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി? 48% വോട്ട് കിട്ടി. ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ആണ്. അപ്പം നമ്മളിവിടെ ഈ 8%ഉം 92%ഉം ഒക്കെ പറയുന്നത് എന്താണ്? ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റ് 100% ആണ്. ഓക്കെ, വോട്ടിംഗ് ലിസ്റ്റ് എത്രയാണ്? 100%. ഈ 100% കറസ്പോണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 8% 92ഉം പറഞ്ഞിട്ടുള്ളത്. ഈ വിന്നറിന് കിട്ടിയത് എത്രയാണ്? 48% ഓഫ് ടോട്ടൽ വോട്ട്സ് ആണ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് നമുക്ക് അവിടെ തന്നെ 48% എന്ന് എഴുതാം. ഓക്കെ, 48% ഓഫ് ടോട്ടൽ വോട്ട്സ്. സോ അവിടെ 48 എഴുതി. അപ്പോൾ തോറ്റ ആൾക്ക് എത്ര കിട്ടും? തോറ്റ ആൾക്ക് ഇവിടെ ടോട്ടൽ 92% എന്നാണ് 48 പോയത്. അപ്പോൾ റിമൈനിങ് എത്രയായിരിക്കും? റിമൈനിങ് വിൽ ബി 44. ഓക്കെ, അപ്പം 44% തോറ്റ ആൾക്കും കിട്ടി, 48% ജയിച്ച ആൾക്കും കിട്ടി. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴത്തേക്കും 92% ആയി. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡിഫീറ്റഡ് ഹിസ് കണ്ടസ്റ്റൻറ്റ് ബൈ 1100 വോട്ട്സ്. അപ്പോൾ ഡിഫീറ്റഡ് ബൈ, അപ്പോൾ ഇത്ര വോട്ടിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് ആണ് 1100 വോട്ട്സ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസസ് 4% ആണ്, അല്ലേ? 48 - 44 4. അപ്പോൾ ഈ 4% എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു എത്രയാണ്? നമ്പർ പറഞ്ഞിട്ടുണ്ട് 1100. നമുക്ക് വേണ്ടത് എത്രയാണ്? വേണ്ടത് 100% ആണ്, അല്ലേ? കാരണം ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എത്രയാണ്? 100%. അപ്പോൾ 100% ഇതാക്കണമെങ്കിൽ നമുക്ക് ഇൻറ്റു 25 ചെയ്താൽ മതി, 2 സൈഡും. ഇവിടെ ഇൻറ്റു 20 ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 1% എത്രയാണെന്ന് ഡിവൈഡഡ് ബൈ ചെയ്യണം. അതിനെക്കാട്ടും 2 സൈഡും ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ 100% ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 സൈഡും എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻറ്റു 25 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 25 ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് 100% കറസ്പോണ്ട്സ് ടു 25 × 1100
0 ഓക്കെ. അപ്പോൾ 25 ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. എങ്ങനെയാണ് 11ൻ്റെ മൾട്ടിപ്ലൈ ആണെങ്കിൽ 2ഉം 5ഉം ഓക്കെ അപ്പുറം ഇപ്പുറം എഴുതുക. ഇവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യുക. 2ഉം 5ഉം ആഡ് ചെയ്ത് എത്രയാണ് 7. ഇതായിരിക്കും 25 ഇൻറ്റു 11 ഓക്കെ. ദാറ്റ് ഈസ് 275. പിന്നെ ഒരു 2 സീറോസും കൂടെ. സോ ആൻസർ ഈസ് 27500 ഓക്കെ. ഇപ്പം വോട്ടിംഗ് ലിസ്റ്റിൻ്റെ ആണ് ഇത്ര ചോദിച്ചെങ്കിൽ ഈ നമ്പർ. ഇനിയിപ്പം എത്ര പേരാണ് വോട്ട് ചെയ്തത് അതായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ 92%ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എത്ര പേരാണ് വോട്ട് ചെയ്യാത്തത്, അങ്ങനെയാണെങ്കിൽ 8%ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, റെഡി അല്ലേ? അടുത്തത്, ഇൻ ആൻ എലക്ഷൻ 2 candidates participate, 20% votes declare invalid and the winner gets 70% of valid votes. ഇവിടെ എന്താണ് വാലിഡ് വോട്ട്സ്? ശ്രദ്ധിക്കണം, ടോട്ടൽ വോട്ട്സ് അല്ല, വാലിഡ് വോട്ട്സിൻ്റെ 70%. ഓക്കെ, ആൻഡ് ഹി വിൻ ബൈ 9600 വോട്ട്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ടിംഗ് ലിസ്റ്റും വാലിഡ് വോട്ട്സും. ഓക്കെ, രണ്ടും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗിവൺ ഡേറ്റ നമുക്ക് എഴുതാം. ആദ്യം തന്നിട്ടുള്ള 20% ഇൻവാലിഡ് വോട്ട്സ്. ഓക്കെ, 20% എന്താണ്? ഇൻവാലിഡ് വോട്ട്സ്. അതായത് അവർ വോട്ടിങ്ങിൽ പങ്കെടുത്തു പക്ഷെ അവരുടെ ഇൻവാലിഡ് ആയിപ്പോയി. ഓക്കെ, ഇനി അടുത്ത് 80%. അപ്പോൾ റിമൈനിങ് എത്രയായിരിക്കും? 80%. ഓക്കെ, 80% എന്ന് പറഞ്ഞാൽ ഇത്ര പേര് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80% വാലിഡ് വോട്ട്സ് ആണ് റിമൈനിങ്. ഓക്കെ, വാലിഡ് വോട്ട്സ്. ഇനി ഇതിനകത്ത് 2 പേരാണ് കണ്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ വിന്നറായിരിക്കും, ഒരാൾ ലൂസറായിരിക്കും. ഇനി വിന്നറിന് എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത്? 70% ഓഫ് വാലിഡ് വോട്ട്സ്. അതായത് ഈ വാലിഡ് വോട്ട്സ് 80% ആണ്. ഈ 80%ൻ്റെ 70% ആയിരിക്കും ഈ വിന്നറിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് 70% എന്ന് എഴുതുന്നു. ഓക്കെ, 70%. ഇയാൾക്ക് കിട്ടിയ ലൂസറിന് അപ്പോൾ എത്രയായിരിക്കും കിട്ടിയത്? റിമൈനിങ് ആയിരിക്കും. റിമൈനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ 10 എന്ന് എഴുതി കളയല്ല, 10% എന്ന് വെക്കല്ല. കാരണം 80 ഇത് സ്പ്ലിറ്റ് ചെയ്ത് 70%, റിമൈനിങ് 10%. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തത്, ഇവരെ സ്പ്ലിറ്റ് ചെയ്ത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഈ 70% എന്ന് പറയുന്നത് ഈ 80%ൻ്റെ ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമ്മപ്പ് ചെയ്യുമ്പോൾ 80 അല്ല വരാണ്ടത്, 80%ൻ്റെ 70%. അതായത് അപ്പോൾ ഈ 80നെ നമ്മൾ ഹോൾ 100 ആയിട്ട് എടുക്കുകയാണ്. അതൊരു യൂണിറ്റാണ്. ഈ യൂണിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ 100 എന്ന് വെക്കുന്നു. ഇതിപ്പോൾ ഒരു നമ്പർ വെക്കുക. 80% എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം 1000 പേരുണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ 1000 പേരിൽ നിന്നാണ് 70% ആൾക്കാർ ജയിച്ചു. അത്രയും വോട്ടിൽ 70% വോട്ട് ജയിച്ച ആൾക്കും കിട്ടി. റിമൈനിങ് 70 എന്ന് പറയുമ്പോൾ 700 വോട്ട് ഇയാൾക്കും കിട്ടി. ബാക്കി എത്രയായിരിക്കും? 300 വോട്ടും ആയിരിക്കും. അതായത് അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. സോ ഇറ്റ് ഈസ് 30% ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, വിന്നറിന് 70%, ലൂസറിന് 30%. ഏതിൽ നിന്ന്? ഇതിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 80%ൻ്റെ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ മതി. 80യുടെ 70% എത്രയായിരിക്കും? 80 എന്ന് പറയുന്ന നമ്പറിൻ്റെ 70% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 80 ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇതും ക്യാൻസലായി 0000. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള 2 സീറോസ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ 8 ഇൻറ്റു 7 56. അപ്പോൾ ശരിക്കും 56 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, 56 യൂണിറ്റ്സ് എന്നല്ലെങ്കിൽ 56% ആയിരിക്കും ടോട്ടൽ വോട്ട്സ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ വോട്ട്സിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 56%. ഇനി 30% എന്ന് പറഞ്ഞാൽ ഇനി റിമൈനിങ് നോക്കിയാൽ മതി. അതായത് റിമൈനിങ് അല്ലെങ്കിൽ 30%, 80%ൻ്റെ 30%. ഓക്കെ, 80യുടെ 30% എത്രയായിരിക്കും? 8 ഇൻറ്റു 3 24. അപ്പോൾ ഇവിടെ കിട്ടിയ എത്രയായിരിക്കും? 24%. ഓക്കെ, ഇനി നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ ഗ്രീനിൽ പെർസെൻറ്റേജ് എഴുതിയിട്ടുള്ളതെല്ലാം വോട്ടിംഗ് ലിസ്റ്റിൻ്റെ കണക്ക് പ്രകാരമുള്ള പെർസെൻറ്റേജ് ആണ്. വോട്ടിംഗ് ലിസ്റ്റിൽ 100 ഉണ്ട്, അത് പ്രകാരമാണ് 20% ആൾക്കാർ വാലിഡ്, 20% ആൾക്കാർ ഇൻവാലിഡ്, 80% ആൾക്കാർ വാലിഡ്. ആ 80%-ൽ 56%
ജയിച്ച ആൾക്കും കിട്ടിയത്, 24% തോറ്റ ആൾക്കും കിട്ടിയത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 80 കിട്ടും. ഇങ്ങനെയാണ് 80നെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞ റെപ്പിറ്റേഷനാവും, കുറേ വട്ടം ഞാൻ എടുത്തെടുത്ത് പിന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? വിൻ ബൈ 9600 വോട്ട്സ്. അപ്പോൾ ഇവരെത്രയാണ്? ഇവരുടെ ഡിഫറൻസ് ആണ് ആ വിൻ ചെയ്യുന്നതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് എത്ര വരും? അറ്റ് 56, 24, അപ്പോൾ 22. സോ 32. അപ്പോൾ 32% എന്ന് പറയുന്നത് എത്രയാണ്? 9600 വിന്നിങ് മാർജിൻ. അങ്ങനെയാണെങ്കിൽ 1% കറസ്പോണ്ട്സ് ടു 9600 ഡിവൈഡഡ് ബൈ 32. അപ്പോൾ 32-ൽ ഇത് എത്രയാണ്? 3 times 96, അപ്പോൾ 300. 1% 300 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 100% കറസ്പോണ്ട്സ് ടു 300 into 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 30000. ഇത്രയായിരിക്കും ടോട്ടൽ വോട്ട്സ്. ഓക്കെ, വോട്ടിംഗ് ലിസ്റ്റിന്, ടോട്ടൽ വോട്ട്സ് അല്ല, വോട്ടിംഗ് ലിസ്റ്റിലുള്ള മൊത്തം 100% ആൾക്കാർ. അപ്പോൾ ആ ഓപ്ഷൻ വരുന്നത്, ആ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. ഇനി ഇതിനകത്ത് വാലിഡ് വോട്ട്സ് സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷനേ ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാം. മറ്റെന്തായാലും 24,000 ആയിരിക്കും. അപ്പോൾ വാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 80% ആണ്. അപ്പോൾ ഇതെന്ന് കണ്ടുപിടിച്ചാൽ 1% 300. അപ്പോൾ 80% എത്രയായിരിക്കും? 80% എന്ന് പറഞ്ഞാൽ 300 into 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 2400. ഓക്കെ, 300 into 80, അപ്പോൾ 24,000. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 2 candidates P and Q contested in an election. 70% of the registered voters are P supporters. If 60% of the P supporters and 30% of the Q supporters are expected. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ 2 കണ്ടസ്റ്റൻസ് ഉണ്ട്, പിയും ക്യൂവും. ഓക്കെ, പി ആൻഡ് ക്യൂ. ഇനി ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 70% ഓഫ് ദ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആർ പി സപ്പോർട്ടേഴ്സ്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, 70% ആൾക്കാർ, അതായത് 70% ആൾക്കാർ എന്താണ്? 70% ആൾക്കാർ പി സപ്പോർട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ സപ്പോർട്ടേഴ്സ് ആരൊക്കെ? എത്ര പേരായിരിക്കും? 70 പി ആണെങ്കിൽ ബാക്കി റിമൈനിങ് ക്യൂ സപ്പോർട്ടേഴ്സ് എത്രയായിരിക്കും? 30. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, ഇഫ് 60% ഓഫ് ദ പി സപ്പോർട്ടേഴ്സ് ആൻഡ് 30% ഓഫ് ദ ക്യൂ സപ്പോർട്ടേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു വോട്ട് ഫോർ കാൻഡിഡേറ്റ് പി. ഇതിനർത്ഥം എന്താണ്? 60% ഓഫ് പി സപ്പോർട്ടേഴ്സ്, 60% ഓഫ് പി സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എഴുതുന്നു, പി സപ്പോർട്ടേഴ്സ് എത്രയാണ്? 70 ആൾക്കാരാണ് അല്ലേ? 70 ആൾക്കാരാണ്. അപ്പോൾ ഈ 70ൻ്റെ 60% എത്രയായിരിക്കും? 70ൻ്റെ 60% ആകുമ്പോഴത്തേക്കും 7 into 6 42. ഓക്കെ, അപ്പോൾ 42 ആൾക്കാരും, അത് 42%, മനസ്സിലായല്ലോ. ആൻഡ് 30% ഓഫ് ക്യൂ സപ്പോർട്ടേഴ്സിൻ്റെ 30%. ക്യൂ സപ്പോർട്ടേഴ്സ് എത്ര പേരാണ് ഉള്ളത്? 30 ആൾക്കാരാണ്. ഈ 30 ആൾക്കാരുടെ 30%, 30 ആൾക്കാരുടെ 30%, 30 ആൾക്കാരുടെ 30% എന്ന് പറയുമ്പോൾ എവിടെ വരും? എത്ര? 30%. 30% ഓഫ് 30 എത്രയാണ്? 9 അല്ലേ? അപ്പോൾ 9 ആൾക്കാർ. ഓക്കെ, ഇത്ര ആൾക്കാർ ആർ എക്സ്പെക്റ്റഡ് ടു വോട്ട് ഫോർ കാൻഡിഡേറ്റ് പി. ഓക്കെ, അപ്പോൾ ഈ 42 + 9 ഇത്ര ആൾക്കാർ എത്രയാണ്? 51. ഇത്ര ആൾക്കാർ പിക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ 30 പേര് സപ്പോർട്ടേഴ്സ് ഉണ്ട്. പറയും ഞാൻ ഇന്ന ആളെ ആയിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, പുറമേ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണ്? മറ്റേ ആൾക്ക് മാറ്റിക്കുത്തും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 42 + 9 എത്ര? 51. അപ്പോൾ 51% ആൾക്കാരായിരിക്കും പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു വോട്ട് ഫോർ ദ കാൻഡിഡേറ്റ് പി? അപ്പോൾ പിക്ക് വോട്ട് ചെയ്യുന്ന എത്ര പേരായിരിക്കും? 51%. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പിക്ക് പകരം ക്യൂവിന്, ഇത് പിക്ക് കിട്ടുന്ന വോട്ട്, ഇനി ക്യൂവിൻ്റെ ആരും ചോദിച്ചെങ്കിൽ റിമൈനിങ് 51, 100 51 കുറയ്ക്കുക, ബാക്കി എത്ര ആയിരിക്കും? 49. അപ്പോൾ 49% ആയിരിക്കും ക്യൂവിന് കിട്ടുന്ന വോട്ട്. ഓക്കെ, റെഡി അല്ലേ?
അപ്പോൾ ഇത്രയാണ് നമുക്ക് എലക്ഷൻ ബേസ്ഡിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഐഡിയ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വോട്ടേഴ്സ് എന്താണ് ഉദ്ദേശിച്ചത്, വാലിഡ് വോട്ട്സ്, ഇൻവാലിഡ് വോട്ട്സ്, എത്ര പേര് വോട്ട് ചെയ്തിട്ടില്ല, ആ ഒരു കണക്ക്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായി ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പേഴ്സൻറ്റേജസിൻ്റെ കളികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എലക്ഷൻ ബേസ്ഡിനകത്ത്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതുകൊണ്ട് തീരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനുള്ള ഒരു നല്ലൊരു ഐഡിയ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ആൾ.